Hey guys, welcome back to our new video. So guys, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേരള സ്ട്രൈക്കേഴ്സിനെ തോപ്പിച്ചില്ല എന്നാൽ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് നമ്മളുമായിട്ടൊരു ട്രൈ സീരീസ് മാച്ച് വിളിച്ചൊക്കെയാണ്. ഇൻഫ്ലുവൻസേഴ്സ് വേഴ്സസ് കേരള സ്ട്രൈക്കേഴ്സ്. നമ്മുടെ ടീമിൻ്റെ പേര് കേരള കോണ്ടന്റ് സ്ക്വാഡ് എന്നാണ്. പക്ഷേ കേരള ക്രിയേറ്റർ സ്ക്വാഡ് എന്നാണ് നമ്മളെ ടീമിൻ്റെ പേര് ഒഫീഷ്യലായിട്ട് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിസാറ്റ് ഗ്രൗണ്ടിൽ വന്നേക്കാണ്. പ്രാക്ടീസ് നാളെ 3 ദിവസം അടുപ്പിച്ച് കളിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പ്രാക്ടീസ് വന്നത്. അപ്പം ഒരുപാട് ആൾക്കാർ നമ്മുടെ ടീമിൽ ആഡ് ആയിട്ടുണ്ട് അല്ലേ? ട്രിവാൻഡ്രത്ത് നിന്ന് അങ്കമാലി വന്നൊക്കെയാണ് കളിക്കാൻ. അതാണ് നമ്മളെ പാഷനാണ് ക്രിക്കറ്റ്, നമുക്ക് പാഷനാണ്. അതുകൊണ്ട് നമ്മൾ യവന് കച്ചി കളിക്കാൻ പോലും ഒരു സ്പോർട്സ് ഐറ്റം യവൻ അറിഞ്ഞൂടാ. ഇത് കണക്ക് വന്നിരുന്ന് ഇവിടെ വരാൻ പറ്റാ എന്ന് പറയാൻ മാത്രമേ അറിയാവൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ടീമിലെ പറക്കും കീപ്പർ എന്നറിയപ്പെട്ട മൊട്ട കഴിഞ്ഞ ആഴ്ചത്തെ കീപ്പിംഗ് കാറ്റ് പിടിച്ചല്ലേ, മുടി വെട്ടി, അതാണ് കുറച്ചും കൂടെ പറക്കാമല്ലോ. യെസ് ഗൈസ്, ഇതാണ് ഗ്രൗണ്ട് കേട്ടോ. നമ്മളവിടെ ഒന്നും ഇതുപോലത്തെ ഗ്രൗണ്ടൊന്നും ഇല്ല. ഉണ്ട് കാർഷിക കോളേജ്, പക്ഷേ ഇതാണ് ഗ്രാസ് ഒന്നും വളർന്നിട്ടുള്ള ഗ്രൗണ്ടൊന്നും ഇല്ല. ഞാൻ കളിച്ചിട്ടില്ല അധികമൊന്നും. 360 ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് യാതൊലിക്ക മുട്ടൻ പ്രാക്ടീസാണ്. അസൽ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററിനെ പോലെയാണ് ബാറ്റ് ചെയ്യുന്നത്. കയ്യിൽ ഗ്ലൗ ഒന്നുമില്ല. ഡക്കാവാതിരിക്കാനുള്ള ട്രെയിനിങ്ങാ. ഇനി ഡക്ക് മതി എന്ന് പറയാ പിള്ളേർ. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യും. 10 ഓവർ ബാറ്റ് ചെയ്താണ് ഇപ്പൊ ഇത്ര നേരം. കണ്ട് മനുഷ്യനാണ്. ക്രിക്കറ്റ് പാഷന് വേണ്ടിട്ട് ട്രിപ്പ് കൂടിയിട്ട് വന്നാണ്. ഇങ്ങനെ അനാവശ്യ കമന്ററി ഭൂഗോളത്തിലും പറഞ്ഞ എന്നെ നിലത്തിറക്കിയിട്ടില്ല ഇതുവരെ, മനസ്സിലായ? അടുത്ത കളിക്ക് നിങ്ങൾ കമന്ററി എന്റെ പേര് വേണ്ടിയൊക്കെയാണ്. മറ്റേ സാധനം മറ്റേ കൊറേ റീൽസ് നന്മയുള്ള ലോകം പരുന്ന് പറക്കുന്ന ആകാശമാണെങ്കിലും ഭൂമിയിൽ കാലുകുത്തി എത്ര എളിമയോടുകൂടിയാണ് മറ്റേ ഈകള് മറ്റേ എല്ലാരോടും കൂടി ഓടിപ്പാൻ നേരത്ത് നന്മയുള്ള ലോകം മറ്റേ BGM ഇവരൊന്നും മനസ്സിലായില്ല, കാരണം അപ്പൊ നമ്മളിതാ ഇന്നലെ വേൾഡ് കപ്പ് ഇന്ത്യൻ വുമൺസ് ടീം അടിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ക്രിയേറ്റേഴ്സ് എല്ലാം കൂടെ അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്ത് നാളെ മുതൽ 3 ദിവസം നമുക്ക് ട്രൈ സീരീസ് ഉണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. മൊട്ടയുടെ വിക്കറ്റ് കീപ്പിംഗ് ഞങ്ങൾ ഇത്ര കൊല്ലം വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സിംഗപ്പെണ്ണ് എത്രയുണ്ട് ഇല്ല, മുടി നരച്ചതായിരിക്കും. കേൾക്കാൻ തോന്നുന്നു. ഓടി വരുമ്പോഴത്തേക്ക്
ബ്യൂട്ടിഫുൾ. നല്ല ഫീൽഡിംഗ് അടിപൊളി. ഈഗിളെ ലാസ്റ്റ് ഷോട്ട്. Good try അമീറെ. Fielding. അതിന്റെ ആവശ്യമില്ലായിരുന്നു. അനീഷിനെ തൂക്കട്ടാ.
പൊന്നെ ഓ എന്റെ മനസ്സിലാവും പിടിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഔട്ടാണെന്ന്. GP റൈഡർ ജീവിതത്തിൽ ടെസ്റ്റ് കാണിച്ചിരിക്കുകയാണ്. കളിക്കാൻ വന്നു, ബോൾ പിടിച്ചു, കൈ ഒടിഞ്ഞു. ഡോക്ടർ അനീഷിനെ വിളി. അവനറിയില്ല. ആ വേറെ ഇല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് കൊടുക്കാം. പാവം ഗൈസ്. ഇത് ഉള്ളാണെന്നുള്ള നോക്കിട്ട് പറയണത്. ഇത് ഒടിഞ്ഞെന്നാണ് പറയണ. ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ ചെറുക്കാൻ മുമ്പ് കൈയൊക്കെ വെട്ടി ഒടിക്കുന്നു. 10 പേരെ കാണിച്ചിട്ടുള്ള ചെയ്യാൻ. എന്റെ കൂട്ടുകാരൻ ഡോക്ടർ അനീഷ് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യമാക്കല് വേറെ ഡോക്ടറെ കാണിച്ചോണം. എന്തായാലും നല്ല റെസ്റ്റ് എടുക്കും. നീരാളിയാ ആറ്റ് നോറ്റ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വന്നു. സ്റ്റിയറിംഗ് പിടിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ പിടിക്കണം. കട്ടൊക്കെ ചെയ്യുന്ന കൈട്ടല്ലേ. കുറച്ച് കാലത്തേക്ക് ട്വിസ്റ്റ് ഇല്ല. അപ്പം അനീഷിന് അല്ല, നമ്മള് കൈ അല്ലല്ലോ, നമ്മള് കൈ വെച്ച് നമ്മള് വീഡിയോ എടുക്കണം. കാലൊടിഞ്ഞിട്ട് എടുത്ത് പിന്നെയാണ്. അതാണ് ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ. കൈ നാളെ ഫുള്ള് കൈ ഒടിഞ്ഞ പിന്നെ ഇല്ല, വർഷങ്ങൾ പിന്നെ ഇല്ല. ഈ സൈഡ് ഈ പുള്ളി ഡിയർ അനീഷാണ്, ഡോക്ടർ അനീഷാണ്. ഞാൻ പറഞ്ഞു ഇതല്ല അവിടെ പോകുമ്പോ പറയുകയാണെങ്കിൽ പോയോ. ഇവിടെയാണ് പൊട്ടിരിക്കുന്നത്. ഇത് ഇവിടെ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കയറ്റി. സെയിം ഡോക്ടറിനെ കാണണം. സെയിം ബോട്ടിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സാധനം കാണിച്ചോട്ടാ. ഇങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് ടൈറ്റ് ചെയ്തു. ഡിയർ അനീഷ് എന്നാണ് ഇട്ടേക്കുന്നത്. എല്ലാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് കബളിപ്പിക്കപ്പെടുകയാണ്. ഡിയർ അനീഷ്, ഡോക്ടർ ഡിയർ അനീഷ്. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഇപ്പൊ ക്ലിയർ ആയില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് കഴിഞ്ഞു. അങ്കമാലിയിൽ വെച്ചിട്ടായിരുന്നു നമ്മളുടെ ഇന്നത്തെ പ്രാക്ടീസ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതാണ്. എനിക്ക് ഓൾറെഡി വയ്യ, പനി അടിച്ച്, പനിയുടെ ഏകദേശം ആരംഭമായിരുന്നു. പക്ഷേ കളി നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വന്നു. ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് നല്ലൊരു കളി നല്ലപോലെ കളിക്കാൻ പറ്റി. റിങ്കു സിംഗ് മരിച്ചു കിടക്കുന്നു, വയ്യ. നാളെ 3 ദിവസം അടുപ്പിച്ച് കളിയാണ് ഗൈസ്. പൊട്ടിക്കും, നമ്മൾ പൊട്ടിച്ചിരിക്കും. എന്താ നീഷ, അവൻ പൊട്ടി ഓൾറെഡി. നീ എല്ലാ സാധനങ്ങളും നല്ല വേർപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നീ എല്ലായിടത്തും വെളിയിൽ വെച്ചിട്ട്
റെസ്റ്റ് വേണം. സാധാരണ നമ്മളിന്ന് ടാർസന്റെ ഫ്ലാറ്റിലായിരുന്നു നമ്മൾ സ്റ്റേ എടുക്കേണ്ടത്, പക്ഷേ ടാർസൻ നമ്മളെ തേച്ചില്ലേ. ടാർസന്റെ കസിൻസ് ഒക്കെ വന്നുകൊണ്ട് ടാർസൻ നേരത്തെ നിർത്തിയില്ല. അപ്പൊ നമ്മളിന്ന് സ്റ്റേ എടുക്കേണ്ടി വന്നു. ഒരു ഹോട്ടലിൽ സ്റ്റേ എടുത്തിട്ട് നീ പുറത്ത് പോയി കഴിക്കണം, ആദ്യം കുളിക്കണം. ആദ്യം കുളിക്കണം. എനിക്കാണെങ്കിൽ വയ്യായിട്ട് പക്ഷെ ഞാൻ കുളിക്കും. എനിക്ക് വയ്യ അല്ലാതെ ഗുളിക 2-3 വാങ്ങണം. ചൂടുവെള്ളമുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും നാളെ നമ്മൾ പിരിക്കും. എല്ലാവരും അത്യാവശ്യം നല്ലപോലെ പ്രാക്ടീസൊക്കെ ചെയ്ത് ഡെവലപ്പായിട്ടുണ്ട്. അപ്പോൾ നാളെ കളിയിൽ കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാവിധ സപ്പോർട്ട് നമ്മൾ കാണണം. 3 മാച്ച് വീഡിയോ വന്നിരിക്കും, പക്ഷേ 3 മാച്ച് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇന്നെനിക്ക് എല്ലാത്തിനും അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്, ലവ് യു.